എല്ലാവർക്കും പൊന്നിയൊരു സ്വൈപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈസ്റ്റർ ഡേ ആണ്. ഇന്ന് അപ്ലോഡ് ചെയ്യാൻ വെച്ചിരിക്കുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഞാനൊരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലോട്ട് പോയേനെ. കാൽവരിയിലെ കുരിശിൽ മനുഷ്യരാശിയുടെ മുഴുവൻ പാപഭാരവുമായി ക്രൂശിക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ആ ദിവ്യ ചൈതന്യം മാനവരാശിക്കൊന്നാകെ സമാധാനവും സന്മനസ്സുമേകട്ടെ. ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. ഞാനൊരു ഹിന്ദു ആയിട്ടാണ് ജനിച്ചെങ്കിലും എനിക്ക് ക്രിസ്മസ് ഈസ്റ്ററും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ക്രിസ്മസിന് പുൽക്കൂട് ഡെക്കറേറ്റ് ചെയ്യും. കുഞ്ഞുനാളിലൊന്നുമില്ല, ഒരുവിധം ഞാൻ കുറച്ചൊന്ന് വളർന്നതിന് ശേഷം തൊട്ട് ഞാൻ തന്നെ പുൽക്കൂട് സെറ്റ് ചെയ്യും. ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ വീട്ടിലും ഇങ്ങനെ സ്റ്റാറൊക്കെ കത്തി കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം പോലെ, എൻ്റെ വീട്ടിൽ സ്റ്റാർ ഇട്ടില്ലല്ലോ എന്നൊക്കെ. എനിക്ക് കുഞ്ഞുനാളിലൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ആ ഒരു ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിലെന്ന് വെച്ചാൽ എല്ലാവരും എന്നോട് ചോദിക്കും, നീ കുവൈറ്റിൽ വന്നിട്ട് എന്ത് ആഹാരമാണ് കഴിച്ചത്, എന്ത് ഫുഡാണ് കഴിച്ചതെന്നൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അമ്മയൊക്കെ ചോദിക്കും, ഇവിടെ കണക്കത്തെ അരിയാണോ, അവിടെ ചോറ് വെച്ചോ, എങ്ങനെയാണ് കറി വെക്കുന്നതെന്നൊക്കെ എപ്പോഴും ചോദിക്കും. നീ കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പം എപ്പോഴും ഇങ്ങനെ ഞാൻ പറയും കഴിച്ചെന്നേ പറയാറുള്ളൂ. അപ്പം ആരും കണ്ടിട്ടില്ല ഞാൻ എന്താ കഴിക്കുന്നത്, എങ്ങനെയാണ് കഴിക്കുന്നതെന്ന്. അപ്പോൾ നമ്മളിവിടുത്തെ ഓരോ വീട്ടിലും ഓരോ അനുഭവമാണ് ഓരോ പ്രവാസിക്കും ഉള്ളത്. അതുപോലെ എൻ്റെ അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പം എല്ലാവരും അത് മനസ്സിലാക്കുക. പറയും ഇവിടെ ജാടയിട്ട് ഓരോന്ന് പറയുകയാണ് എടുക്കുകയാണെന്നല്ല. ഞാനിവിടെ ഒരു കെയർ ഗീവറായിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് അവരുടെ അമ്മേനെ ഞാൻ കെയർ ചെയ്യുന്നതിൻ്റെ ഒരു പരിഗണന എനിക്ക് അവർ തരുന്നുണ്ട്. അപ്പോൾ എനിക്കെല്ലാം ഒരു സ്പെഷ്യൽ ഒരു പരിഗണനയാണ് അവരെനിക്ക് തരുന്നത്. ഞാനും തിരിച്ചതുപോലെ തന്നെയാണ് എല്ലാവരോടും പെരുമാറാറും ഉള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. അപ്പോൾ ഇവിടുത്തെ ഈ റൈസ് ഉണ്ടോ, ഇതാണ് ഇവിടുത്തെ റൈസ്. ഇവിടെ എപ്പോഴും ഗ്രീൻ സാലഡൊക്കെ കാണും, ലീഫ് ടൊമാറ്റോ ഒക്കെ ആഡ് ചെയ്ത സാലഡ് എല്ലാ ദിവസവും കാണും. പിന്നെ ഇത് ഫിഷ് കറി വെക്കുന്നതിൻ്റെ മാത്രം ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളായിരുന്നു. ഇത് ഫിഷ് കറിയാണ് വെക്കുന്നത്. ഇതിനകത്ത് കണ്ടോ ലീഫ് ഇട്ടിരിക്കുന്നുണ്ട്, അത് നമ്മുടെ കൊറിയാണ്ടർ ലീഫില്ലേ, മല്ലിയില അരിഞ്ഞരിഞ്ഞിട്ടാണ് അവർ കറി വെക്കുന്നത്. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയെ മുളക് പൊടി മല്ലിപ്പൊടി ഇടാറുള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ 5 പേർക്ക് വെച്ച ഫുഡാണ്. ഇതിനകത്തൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ആയിരിക്കും ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് അരിയാണ്. ഇവർ അരി വേവിക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ വെർമസെല്ലി നെയ്ക്കകത്ത് വഴറ്റിയിട്ട്, നെയ്യല്ല ബട്ടറിനകത്താണ് വഴറ്റുന്നത്, ബട്ടറിനകത്ത് വഴറ്റിയിട്ട് അതിൻ്റെ റൈസ് അതിൻ്റെ കൂടിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ ഇവിടെ വേറെ പേരൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇത് ലീഫ് കിടക്കുന്നുണ്ട്, കറിക്കകത്ത് എപ്പോഴും ലീഫൊക്കെ അവർ ആഡ് ചെയ്താണ് കറിയൊക്കെ വെക്കുന്നത്. അപ്പോൾ ഈ റൈസിനകത്തും ഇതാണ് നമ്മുടെ റൈസിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ആ വെർമസെല്ലിയും ആ റൈസും കൂടിയാണ് നമ്മൾ കഴിക്കുന്നത്. ആദ്യം കഴിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയൊക്കെ തോന്നുമായിരുന്നു, ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഇപ്പം അത് ശീലമായി. ഇനി ഇന്നും ഉണ്ട്, എന്നും ഈ സാലഡ് നമുക്ക് എന്നും കാണും കേട്ടോ. അപ്പോൾ ഈ അരിക്ക് ഇവിടെ പറയുന്നത് ഐഷ് ഹുസരിയ എന്നാണ്. അപ്പം നമ്മുടെ റൈസ് ആണെങ്കിലും ഓരോ ദിവസം ഓരോ കളർ റൈസ് ആയിരിക്കും. ഒരു ദിവസം ലീഫി റൈസ്, ടൊമാറ്റോ റൈസ്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ വെർമസെല്ലി ഇട്ട റൈസ്, അങ്ങനെ ഓരോ ദിവസവും ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള റൈസൊക്കെ ആയിരിക്കും മിക്കവാറും എല്ലാ ദിവസവും വെക്കാറ്. അതുപോലെ ഇവർ കറി വയ്ക്കുമ്പം എപ്പോഴും ലെമണൊക്കെ ആഡ് ചെയ്യും കറിക്കകത്തും. എന്ത് കറി വെച്ചാലും ലെമൺ ഇട്ടിട്ടായിരിക്കും. ഉണങ്ങിയ നമ്മുടെ ഉണക്കനാരങ്ങയില്ലേ, നമ്മൾ ടിന്നിൽ കടകളിലൊക്കെ വിൽക്കുന്ന അതുപോലത്തെ ഉണക്കനാരങ്ങയാണ് ഇവർ കറിയിലൊക്കെ ഇടുന്നത്. അപ്പോൾ കറിക്ക് ആ ഒരു ലെമണിൻ്റെയും ആ ഒരു ലീഫിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. നമുക്ക് ആദ്യമൊന്നും ഈ ടേസ്റ്റൊന്നും നമുക്ക് വായിക്ക് പിടിക്കില്ല. പിന്നെ നെക്സ്റ്റ് ഡേ വെക്കുന്നത്, ഇപ്പോൾ ഇത് അടുത്ത ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇത് അടുത്ത ദിവസം അവർ വെക്കുന്നത് ചിക്കൻ മജ്ബൂസാണ്. അപ്പം മജ്ബൂസ് ചെയ്യാനായിട്ട് അവരാദ്യം ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് വെള്ളം ഒഴിച്ചാണ് വേവിക്കുന്നത്. ഇവരെന്ത് വെച്ചാലും വെജിറ്റബിളൊക്കെ ആഡ് ചെയ്യും. ഇത് ചിക്കൻ മാത്രം വേവിച്ചിട്ട് ഫ്രൈ ചെയ്ത് നമ്മുടെ റൈസിൻ്റെ മേളിൽ വെക്കുമ്പോഴാണ് മജ്ബൂസ് എന്ന പേരാവുന്നത്. അപ്പം ഞാനത് ഫൈനലിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇതിനകത്ത് ഇപ്പോൾ ക്യാരറ്റ്, സെല്ലറി ലീഫ്, ടൊമാറ്റോ, അതിനകത്ത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ലെമൺ, അതിലും ഉണ്ട് ലെമൺ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ചിക്കൻ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഫിലിപ്പീനിയാണ് ഇവിടെ കുക്കായിട്ടുള്ളത്. അപ്പോൾ ആൾ എല്ലാം വെക്കുന്നതിനിടയ്ക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഈ അരി എന്ന് വെച്ചാൽ അരി വെള്ളം ഒഴിച്ച് കുതിർത്ത് അവൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ അവൾ അരി കഴുകി കുതിർത്ത് വെക്കും. അല്ലെങ്കിൽ ഒരു കറി വെക്കുന്ന ടൈമിൽ അവൾ അത് ചെയ്ത് വെക്കും. അരി ഇങ്ങനെ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ടാണ് വെക്കുന്നത്. നമ്മൾ ബിരിയാണി വെക്കുന്ന പോലെ അല്ല വെക്കുന്നത്. പിന്നെ അതിലോട്ട് കുറച്ച് ക്യാപ്സിക്കം ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ വെള്ളത്തിൻ്റെ ഉപ്പ് നോക്കും. എന്നിട്ട് ഇതിൽ നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പോ മസാലപ്പൊടി എന്തോ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കും.
അപ്പോൾ ഇതിനകത്ത് ഗരം മസാലപ്പൊടിയാണ് ഇടുന്നത്, വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഇത് നമ്മൾ റൈസ് വെക്കാനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് റൈസ് ഇട്ട് അതിൻ്റെ മേളിൽ ടൊമാറ്റോ പേസ്റ്റാണ്, ചെറിയ പാക്കറ്റ് വരുന്ന ടൊമാറ്റോ പേസ്റ്റ് ഉണ്ട്, അതും കുറച്ച് തോനെ ബട്ടർ ചേർത്തിട്ടുണ്ട്. ആ മേളിലുള്ളത് ബട്ടറാണ്. അപ്പോൾ അതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അരി വേകാൻ വെക്കുവാണ്. ഈ അരി വേകാനായിട്ട് ഒഴിച്ച വെള്ളം എന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ വേവിച്ച വെള്ളം മാറ്റി എടുത്തിട്ടാണ്, ചിക്കൻ മാത്രം മാറ്റി എടുത്തിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ആ ചിക്കൻ വേവിച്ച വെള്ളത്തിനകത്താണ് അരി വേവിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ചിക്കൻ വെള്ളം ഒഴിച്ച് വെന്ത്, അപ്പം പൊടിയും മസാല എല്ലാം ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഈ മഞ്ഞ കളറ് വരുന്നത്. അപ്പോൾ നമ്മുടെ അരിയും വെന്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് അവർ ഈ സാഫ്രോണൊക്കെ ആഡ് ചെയ്താണ് എപ്പോഴും എല്ലാത്തിനകത്തും നല്ല ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സാഫ്രോണൊക്കെ ആഡ് ചെയ്തിട്ടുള്ള റൈസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അരി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ചിക്കൻ എടുത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടി അടച്ചു വെച്ച് പിന്നെ വേവിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ മജ്ബൂസ് റെഡി ആയിരിക്കും. ഇപ്പം റൈസ് മാത്രമാണ് അടച്ചു വെച്ചിരിക്കുന്നത്. ഇനി എണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയും കുറച്ച് ചിക്കൻ കൂടി ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം ബാക്കിയും കൂടി ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തും സാഫ്രോൺ ആഡ് ചെയ്തിട്ടുണ്ട്. സാഫ്രോൺ ആഡ് ചെയ്യുന്നത് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടി നല്ല യെല്ലോ കളറും ആ ചിക്കൻ ഒന്നും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡ് കിട്ടാനാണ് സാഫ്രോണും കൂടി ആഡ് ചെയ്തിരിക്കുന്നത്. ആ വെജിറ്റബിൾസ് ഒന്നും പിന്നെ ആഡ് ചെയ്യത്തില്ല, വെറും റൈസ് മാത്രമായിരിക്കും. നമ്മൾ ചിക്കൻ വേവിക്കാനെടുത്ത വെജിറ്റബിൾസ് എല്ലാം മാറ്റും, വെജിറ്റബിൾസ് ഒന്നും നമ്മൾ ഉപയോഗിക്കത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്യാരറ്റും സെല്ലറിയൊക്കെ ആ റൈസിൻ്റെ കൂടെ തന്നെ ഇട്ടിരിക്കാം. അപ്പോൾ അതൊരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നീട് കിട്ടുന്ന റൈസിന്. അപ്പം നമ്മുടെ മജ്ബൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പം 2 ചിക്കനാണ് എടുത്തിരിക്കുന്നത്, ഹാഫായിട്ട് കട്ട് ചെയ്ത് 4 പീസാക്കി വെച്ചാണ് ഇപ്പം അത് അടച്ച് വെച്ച് ഇനി ഒരു 10 മിനിറ്റും കൂടി വേവിക്കുമ്പോഴത്തേക്കും മജ്ബൂസ് റെഡിയാകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതിപ്പോൾ ഞാൻ കഴിക്കാൻ എടുത്ത് വെച്ചതാണ്. ഒരു പീസും എനിക്ക് ചെറിയ പീസ് മതിയായിരുന്നു, അതാണ് ഞാനൊരു ചെറിയൊരു ലെഗ് പീസാണ് ഞാൻ എപ്പോഴും കഴിക്കുന്നത്. അങ്ങനെ ഞാൻ ലെഗ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ കൂടെ ഞാൻ ലീഫൊന്നും കാണിക്കുന്നില്ല, ഞാനൊരു യോഗേർട്ടും കൂടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ യോഗേർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ യോഗേർട്ടും കൂടി കഴിക്കുന്നത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരുപാട് വ്യൂ ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.